കട്ട മുന്തിരിക്കകത്ത് ചേർത്താൽ നല്ലതാണ്. അത് വേണം മേടിക്കാൻ. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വീട്ടിലേക്ക് വായേ. ഹലോ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞാനും ഡാഡിയും കൂടെ പാതിര കുർബാനയ്ക്ക് പോവാം കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് കാണാൻ. ഇതാണ് ഞങ്ങളുടെ പള്ളി, സെൻറ്റ് പോൾസ് ചർച്ച് കളത്ത്. ഞങ്ങൾ ചെന്നപ്പോൾ കുർബാനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഉണ്ണീശയെ എടുത്ത് പ്രദക്ഷിണത്തിന് പോകും കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളിയിൽ ഒരുക്കിയ പുൽക്കൂട്. നമ്മുടെ KCOM പിള്ളേരുണ്ടാക്കിയതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. തിരിച്ചെത്തിക്കഴിഞ്ഞ് എല്ലാവരും ക്രിസ്മസ് വിഷ് ചെയ്യായിരുന്നു കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. നമുക്ക് എല്ലാവർക്കും കേക്കൊക്കെ കിട്ടി കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ട് ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്ത് സംസാരിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പാതിര കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. സാധാരണ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി തിരിച്ചു വരുമ്പോൾ നോമ്പൊക്കെ മുറിച്ച് കേക്ക് കട്ട് ചെയ്ത് വൈനൊക്കെ കുടിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാനും ഡാഡി മാത്രമല്ലേ പള്ളിയിൽ പോയുള്ളൂ, ബാക്കി എല്ലാവരും ഉറക്കുക. അപ്പോൾ ഞങ്ങൾ ഉറക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഗുഡ് നൈറ്റ്. ഓണോ, ഞാൻ നല്ല ഉറക്കമായിരുന്നു. അവൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങുമെന്ന് കണ്ടിട്ട് എന്നെ അപ്പം തന്നെ എഴുന്നേൽപ്പിക്കണം. പിന്നെ എഴുന്നേക്ക് എന്ന് പറഞ്ഞാൽ എന്നെ കുത്തി പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് പറയല്ലോ. ഇന്ന് രാവിലത്തെ മെനു എന്താ? പാലപ്പം, പച്ചറൊട്ടി, ചിക്കൻ സ്റ്റൂ, കട്ട്ലറ്റ്. അടുക്കളയിൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് നോക്കിയിട്ട് വരാം. നല്ല ബീഫ് ഫ്രൈ മമ്മി ഇന്നലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊന്നും കൂടെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കും. വീട്ടിൽ നമ്മൾ കുറച്ച് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മളൊരു 5-6 ദിവസമേ വെച്ചിട്ടുള്ളൂ. എത്രത്തോളം വീര്യം വേണോ അത്രയും ദിവസം വെക്കാം കേട്ടോ. നമ്മളിതെല്ലാവരും പിള്ളേരൊക്കെ കുടിക്കുന്ന സാരമായ കാരണം ഒരു ഗ്രേപ്പ് ജ്യൂസ് എന്ന മട്ടിലാണ് നമ്മൾ കുടിക്കുന്നത്. അമ്മച്ചിയാണ് നമ്മുടെ വീട്ടിലത്തെ ഒഫീഷ്യൽ വൈൻ മേക്കർ. ഇപ്പം പുള്ളിക്കാർ റിട്ടയർ ആയതാണ്. അപ്പം അമ്മച്ചി ടേസ്റ്റ് നോക്കി പറഞ്ഞു തരും എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. ചോപ്പ് മുന്തിരി ഉണ്ട്, കട്ട മുന്തിരിക്കകത്ത് ചേർത്താൽ നല്ലതാണ്. അത് വേണം മേടിക്കാൻ. അമ്മച്ചി പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അമ്മച്ചിക്ക് ഫൈനൽ ടേസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ടോ അമ്മച്ചി, രസമുണ്ടോ? അപ്പോൾ ഞാൻ വൈൻ ടെസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഞാൻ കുടിക്കട്ടെ ആദ്യം. നമ്മളൊരു ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും ചേർക്കാതെ കാരണം പിള്ളേർക്ക് കൊടുക്കാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് നോക്ക്. പിള്ളേർ മുന്തിരിക്കയല്ലേ, പിള്ളേർക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അത് കൊടുത്തോ. മണമണാന്ന് കുടിക്കുന്നുണ്ട്. രാവിലെ ഉണ്ടാക്കാന്ന് പറഞ്ഞ കട്ട്ലേറ്റ് ഇപ്പോഴാട്ടോ റെഡി ആയത്. നമുക്ക് നൈസായിട്ട് അടിച്ചു വെക്കാം. വളരെ ടേസ്റ്റുണ്ടോ? ബോബനും മുകളിൽ പട്ടിയാട്ടോ അത്. ചൂടുണ്ടേ. ക്രിസ്മസ് ആയിട്ട് കേക്ക് മുറിക്കാതെ എന്താഘോഷം അല്ലേ. നമ്മുടെ ഇസക്കുട്ടിക്ക് നിർബന്ധമായിട്ടോ അവള് തന്നെ കേക്ക് മുറിച്ച് അവൾ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അമ്മച്ചിക്കാട്ടോ കൊടുക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അത് കണ്ടതൊക്കെ. പിന്നെ അവൾ ഡാഡിക്ക് കൊടുത്തു, മമ്മിക്ക് കൊടുത്തു, പിന്നെ ചിക്കോച്ചിക്ക് കൊടുത്തു, ചേട്ടായിക്ക് കൊടുത്തു, ലാസ്റ്റ് എനിക്കും കിട്ടി. സ്വന്തം വീട്ടുകാരോട് ചിയേഴ്സ് പറയാനാണ് ഒരു ഭാഗ്യം അല്ലേ. അപ്പോ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ മെനു ഓക്കെ, ബീഫ് ഫ്രൈ. മമ്മീൻ്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആട്ടത്, നല്ല ഡ്രൈ ആയിട്ട്. അതെന്താ ഇത് നല്ല പന്നി നല്ല പെരിഞ്ചീരകമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത പോർക്കാട്ടത്. ഇത് മമ്മീൻ്റെ നല്ല കാളൻ ഏത്തക്ക, പഴുത്ത ഏത്തക്ക ഇട്ടുണ്ടാക്കിയ കാളൻ. ഓക്കെ, ഇതെന്താ? ഇത് നല്ല ഇത് മാമൻ്റെ വാഴയ്ക്കല്ലേ? ഇത് കോഴിക്കോടൻ വാഴക്കത്തോരൻ. ഓക്കെ, മമ്മിക്ക് തോരൻ മസ്റ്റ് ആട്ടോ എന്തുണ്ടെങ്കിലും. ഇത് കട്ട്ലറ്റും ബീഫ് കട്ട്ലേറ്റും അതിനുള്ള സാലഡും. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ നാടൻ ചേമ്പ്, നാടൻ കാച്ചില്, നല്ല മുളക്. ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്താൽ മുളകി മുക്കി കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരുന്നറിയോ. ചേട്ടായുടെ പ്ലേറ്റ് വേണം വേറെ തന്നെ ഒരു ഭംഗിയായിരുന്നേ. ഞാൻ കുറച്ച് മോരും ബീഫ് ഫ്രൈയും കുറച്ച് പോർക്കുമായിട്ട് എടുത്തത്. മമ്മീൻ്റെ ബീഫ് ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വീട്ടിലേക്ക് വായേ. മമ്മീൻ്റെ ഓരോ കോമഡിയും ചളിയൊക്കെ കേട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം വയ്ക്കാൻ നല്ല രസമാണ്. ഹായ്. അപ്പോൾ ഇതാണ് അമലേട്ടായി. അമലേട്ട 2-ാം തീയതി അബ്രോഡ് പോകുന്നത്.
എന്തിനും ഏതിനും നമുക്ക് താങ്ങായിട്ട് നിന്ന ചേട്ടായി പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു കേട്ടോ. ചേട്ടായിക്കും ഭയങ്കര വിഷമമായിരുന്നേ. എനിക്കും ചിക്കും ഒരു ആങ്ങളില്ല എന്നുള്ള കുറവൊന്നും അമലേട്ട ഇതുവരെയായിട്ടും തോന്നിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ മൂന്നാമത്തെ ഒരാളെ പോലെ തന്നെയാണ് അമലേട്ട. നമ്മുടെ വീട്ടിലെ കൊച്ചു ക്രിസ്മസ് ആയിരുന്നു കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.